ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഇനിയും എസ്കലേറ്റ് ചെയ്ത് ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് പോയാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങളിൽ പലരും നിങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് വഴിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പൈസ ആക്ച്വലി സേഫ് ആണോ? ഇനി അതല്ല ഒരു കറക്ഷനാണ് വരാൻ പോകുന്നതെങ്കിൽ എത്രത്തോളം കറക്ഷൻ വരാനാണ് സാധ്യത എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഹിസ്റ്റോറിക്കൽ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനി ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം പോലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. നമുക്ക് നേരെ ഹിസ്റ്ററിയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കോൺഫ്ലിക്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഓരോ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് കാർഗിൽ വാറിൻ്റെ സമയമാണ്. അപ്പോൾ അവസാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു ഫുൾ ബ്ലോൺ വാർ ഈ കാർഗിൽ വാറാണ് 1999 നടന്നത്. ആ ഒരു സമയത്ത് സെൻസസ് ആക്ച്വലി 12% ആയിരുന്നു ഡിപ്പ് ചെയ്തത്. പക്ഷേ സൂൺ അത് തിരിച്ച് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. പക്ഷേ ഒരു ഡിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പല പല കോൺഫ്ലിക്റ്റുകളാണ് ഉണ്ടായത്. ഒരു ഫുൾ ബ്ലോൺ വാർ ഉണ്ടായിട്ടില്ല. അതിൽ ഓരോ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ക്ലിയർലി മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ്ലി. പക്ഷേ ഒരിക്കൽ പോലും ഒരു 5%-ന്റെ മുകളിലൊന്നും മാർക്കറ്റ് താഴേക്ക് ഡിപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. ഇതുകൂടാതെ നമ്മൾ വേറൊരു ഡേറ്റാ പോയിന്റ് കൂടി നോക്കുകയാണെങ്കിൽ, അതായത് ഓരോ പ്രാവശ്യം കറക്ഷൻ വന്ന സമയത്ത് അടുത്ത 6 മാസത്തിൽ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആകെ ഒരു ഇൻസ്റ്റൻസിൽ മാത്രമേ മാർക്കറ്റ് നെഗറ്റീവ് റിട്ടേൺസ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻസ്റ്റൻസിലും ഇൻക്ലൂഡിങ് ആ ഒരു ഫുൾ ബ്ലോൺ വാർ നടന്ന സമയത്തും പോസിറ്റീവ് റിട്ടേൺസ് ആണ് മാർക്കറ്റ് വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് ചെറിയ രീതിയിലൊക്കെയാണ് എസ്കലേറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് 2%, 3%, മേ ബി 5% വരെ താഴേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത്. പല മാർക്കറ്റ് എക്സ്പേർട്സും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതേസമയം ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാർഗിൽ വാറിൽ നടന്ന പോലെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ഡിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും എക്കണോമിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വാറിൻ്റെ പ്രൊസീഡിങ്സ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഒരു കറക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വലിയ രീതിയിൽ കറക്ഷൻ എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒക്കെ ഷോർട്ട് ടേം ആയിരിക്കും. ലോങ് ടേമിൽ വീണ്ടും മാർക്കറ്റ് ഹിസ്റ്റോറിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സത്യം. ഇനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ സെക്ടേഴ്സിനെയും ഈ ഒരു വാർ അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് വേറെ വേറെ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു സെക്ടർ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുറച്ചും കൂടി ഒരു എസ്കലേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിലെ പല സ്റ്റോക്സും ഡിഫൻസ് സ്റ്റോക്സും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ബാക്കി പല സെക്ടേഴ്സിന് ആക്ച്വലി നെഗറ്റീവ്ലിയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഓബ്വിയസ് ആയിട്ടുള്ള റീസൺസ് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇനി ആസ് എൻ ഇൻവെസ്റ്റർ, ആസ് എ ഇൻഡിവിജ്വൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ സെക്ടേഴ്സിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് അതിനെ ശ്രദ്ധിക്കണം. അതേസമയം നിങ്ങൾക്ക് തിമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ സെക്ടർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെക്ടേഴ്സിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് റിസ്കി സൈഡിലാണുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് എക്സിറ്റ് ചെയ്ത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടിലേക്കോ ലാർജ് ക്യാപ് ഫണ്ടിലേക്കോ മൂവ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും ഇത്. അതേസമയം നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പൈസ ക്യാഷ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വരാൻ ചാൻസ് ഉള്ള കറക്ഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സും അതുപോലെ സ്റ്റോക്സ് ഒക്കെ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഡേറ്റാ ബാക്ക്ഡ് അനാലിസിസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ക്ലിയർ ആണ്. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ അനാലിസിസ് ആണ്, എൻ്റെ ഒപ്പീനിയൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേസമയം ഇതുപോലെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.